ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗൈഡൻസിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് ആ, എല്ലാവർക്കും അവനവനെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സഹായിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൈഡ് ചെയ്താൽ മതി. അതങ്ങനെയാണ്. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഹീലർ എന്ന് വെച്ചാൽ അവര് മറ്റുള്ളവരെ അവരെ സൗഖ്യപ്പെടുത്താൻ നമ്മൾ സഹായിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഹീലർമാർ ഒരു ടൂള് മാത്രമാണെന്ന് പറയണത്. ഇതെല്ലാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പിരിച്വൽ ഗൈഡൻസ് തരുന്ന എല്ലാ ആൾക്കാരും, ഹീൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒരു ടൂള് മാത്രമാണ്. അല്ലാതെ ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു ഹീലിംഗ് ടെക്നിക്ക് നമ്മൾ പഠിക്കുന്ന ആൾക്കാരെ ഉണ്ട്. അത് പ്രൊഫഷണലായിട്ട് പഠിക്കുന്നത്. അത് ഇപ്പോൾ റൈക്കി ഹീലിംഗ് എന്ന് പറയുന്നതിൽ കുറേ സിമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു പൂജയ്ക്ക് പത്മം ഇടുന്നത് പോലെയാണെന്നാണ് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൻ്റെ അത്രയും പ്രാധാന്യമുണ്ട്. ആ ഒരു കളത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ആ ഒരു എനർജി സെൻ്ററാണ് കളം. അതിന് ഉള്ളിൽ വെച്ച് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് കൂടുതൽ പവർ ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഈ റൈക്കി എന്ന് പറയുന്ന കാര്യങ്ങൾക്കുള്ള സിമ്പിൾ ശരിക്കും പവർഫുൾ ആണ്. ഈ സിമ്പിൾസിന്റെ സിമ്പിൾസ് ദീക്ഷ എടുത്താൽ മാത്രമേ നമുക്കത് നമ്മളിലേക്ക് ആക്റ്റീവ് ആവുള്ളൂ. ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഇത് ദീക്ഷ വേണം, അറ്റ്യൂൺമെന്റ് വേണം. അതുകൊണ്ടാണ് ഈ റൈക്കി പ്രാണി ഹീലിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ദീക്ഷയിലൂടെ മാത്രം നമ്മളത് സ്വീകരിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കെല്ലാവർക്കും, ഓരോ വ്യക്തികൾക്കും ഹീലിംഗ് പവറുള്ള ആൾക്കാരാണ്. അത് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തന്നെ തോന്നും ഇത് എനിക്കൊരു ഹീലിംഗ് പവർ ഉണ്ടല്ലോ. അത് സെൽഫായിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യും. നമ്മളുടെ ആ ഒരു ഹീലിംഗ് ടെക്നിക്ക് നമ്മൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യും. കാരണം കുറേ കാലം കൊണ്ട് നമ്മൾ ഉപാസനയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, നല്ല പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അത് ഏത് ജാതി മത വിശ്വാസത്തിലുള്ള ആൾക്കാരായാലും ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഹീലിംഗ് തനിയെ തന്നെ അവരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് വേറൊരു ടെക്നിക്കാണ്. അത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതും ഈ ജന്മത്തിൽ നമ്മൾ അതിനെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ പവർ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും അത് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ കാമാഖിയിൽ പോകുമ്പോൾ ഹീൽ ചെയ്യാം. അത് ഞാൻ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഹീലിംഗ് എനർജിയെ ഞാൻ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് ഹീൽ ചെയ്യണത്. അത് അവനവൻ തന്നെയാണ് ഹീൽ ചെയ്യണത്. പക്ഷെ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു എനർജിയിലൂടെ നിങ്ങളുടെ പുറത്തുള്ള ആ ഒരു നെഗറ്റീവ്സും ഒക്കെ മാറ്റി നിങ്ങളുടെ ഊർജത്തെ ശരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഊർജ്ജമാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്നത്. അതാണ് കേട്ടോ. അപ്പോൾ ആ ഒരാൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് കമന്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കമന്റ് വായിക്കുന്ന ആൾക്കാർ അത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നില്ല. അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഹീലിങ്ങിന് ഒരു പവറും ഇല്ലേ, അവനവൻ തന്നെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവനവൻ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും പവർ ഉണ്ടായിരിക്കണം. അങ്ങനെ പവർ ഉണ്ടാക്കാനാണ് നമ്മൾ മെഡിറ്റേഷനും പ്രാണായാമവും ഓരോ തരത്തിലുള്ള പ്രാർത്ഥനാ പദ്ധതികളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ ഓക്കെ, നിങ്ങളുടെ കാണുന്ന കമന്റ്സ് ഒക്കെ ഞാൻ ഇതുപോലെ മറുപടി അറിഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇടുന്ന കമന്റ്സ് ഇതിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഈ ലോട്ടസ് എവിടെ നിന്ന് വാങ്ങിയത്. ഇത് ഞാൻ കാശിയിൽ നിന്ന് വാങ്ങിയതാണ്. കാശി നല്ല ബോധ്യയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വെറും ഒരു ഇതാണ് കേട്ടോ, വെറുതെ ഇത് ബാറ്ററി ഇടാം, പിന്നെ സൺലൈറ്റിലും അത് ഇതാക്കാൻ പറ്റും. പിന്നെ ഇത് ഈ ഒരു ടോർട്ടോയ്സ്, അത് വെറും ഗ്ലാസ്സിലതാണേ. അത് കുറച്ച് പൈസയേ ഉള്ളൂ. ഇതിനൊരു 250 രൂപ എങ്ങണ്ടേ ഉള്ളൂ. ഇതിനും അത്രയേ ഉള്ളൂ കേട്ടാ. ഒരു ടോർട്ടോയ്സ് 100-150 അത്രേ പൈസയേ ഉള്ളൂ. ഇത് വെറും ഗ്ലാസ്സിലതാണ്. 150-200 ഉണ്ടെന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസം കൊണ്ടേ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് പലപ്പോഴും ഞാൻ മറന്നു പോകും. അതാണ് ഈ ഒരു വീക്ക്നെസ് തന്നെ. ഞാൻ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിയതാണ്.
പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഈ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ അതിൻ്റെ പവർ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കാശിയിൽ നിന്ന് വാങ്ങിയ ഒരു കാര്യത്തിന് ആ ഒരു കാശിയിലെ ഒരു എനർജി ഉണ്ടല്ലോ അതുണ്ടായിരിക്കും അതിൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് പോലെ അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ പൂജാമറിയിൽ വെക്കുന്ന കാര്യങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇൻട്രോ കുറച്ച് കൂടി ഇപ്പം നിങ്ങൾ ഇത് കേൾക്കേണ്ടാത്തത് സ്കിപ്പ് ചെയ്ത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. 4 ഓഫ് സോൾസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഓവർ തിങ്ക് ചെയ്യുന്നു. അതില് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് സ്വയം ചോദിക്കുന്നു. നിങ്ങൾക്ക് അതിൽ വിശ്വാസം വരുന്നില്ല. കാരണം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ അതെവിടെയോ വിട്ടുപോയ പോലത്തെ ഒരു എനർജിയാണ്. ഉറങ്ങാനേ പറ്റണില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റണില്ല. ചില ആൾക്കാർ എന്തെങ്കിലും സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചില ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി കുറച്ചാണ്, വളരെ കുറച്ചാണ്, കുറച്ച് ആൾക്കാരുടെ എനർജിയാണ്. ചിലപ്പം എന്തെങ്കിലും അസുഖം, പെട്ടെന്നൊരു അസുഖം വന്ന് ഒരുപാട് വേദനയിലിരിക്കുന്നു, ഉറങ്ങാൻ പറ്റണില്ല, ഉള്ളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്, പുറത്ത് ഓവർ തിങ്കിങ് ഉണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം അങ്ങ് ചത്ത് കളഞ്ഞാലോ ചത്തു പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു എന്താണ് ഒരു പിന്തുണയില്ല, ആരെയും ഒരു സപ്പോർട്ടില്ല. മാത്രമല്ല നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതില്ല എന്നൊക്കെ നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ഞാൻ ബാക്കി കാർഡ്സൊക്കെ എല്ലാം കൂടെ എടുത്തിട്ട് പറഞ്ഞുതരാം. ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്പ്, ഡെത്ത്, സ്ട്രെങ്ത്, സോഴ്സ്. ബോട്ടം വന്നിട്ടുള്ളത് ദ ലവേഴ്സ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ സമാധാനമായിട്ട് ഒന്ന് എന്താണ് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അമിതമായ ചിന്തയും ആശങ്കയും ഒക്കെ കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത ആളാണ് നിങ്ങളെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ എനർജി അമിതമായ ഒരു ആശങ്ക, മുന്നോട്ട് എങ്ങനെ പോകും എന്ന് വിചാരിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജി വിട്ടിട്ട് ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ഓരോ എക്സ്പീരിയൻസും നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും എന്തിനാണ് ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് വിഷമത്തിലും വേദനയിലും പോകേണ്ട ആവശ്യമില്ല എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനാണ് പറയണത്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റണില്ല, അങ്ങനത്തെ എനർജിയാണിത്. ഇപ്പോൾ അധികാരമുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ബുദ്ധിയും കഴിവും അധികാരവും ഒന്നും തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്നുമില്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ല. നിങ്ങളുടെ മുന്നിൽ എല്ലാം ഉണ്ടെങ്കിലും ആ ഉള്ള കാര്യമൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി വരും എന്ന് വിശ്വസിക്കുക. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക. ചില കാര്യങ്ങളിൽ നമ്മൾ ഹൃദയം പറയുന്നത് മാത്രം കേൾക്കാൻ പറ്റില്ല. അതിന് പകരം നിങ്ങളുടെ ഹൃദയം പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിനോടുകൂടി നിങ്ങൾ ചോദിക്കാം, ഞാനിത് ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇത് എനിക്ക് നല്ലതാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുക്കുക. പിന്നെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തോ ഒരു കാര്യം അത് വേറെ ചിലപ്പം നിങ്ങളത് പിടിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അർഹതയുള്ള കാര്യമാണ്,
പക്ഷെ ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങളത് പറയുന്നില്ലായിരിക്കും, പറഞ്ഞില്ലായിരിക്കും, എനിക്കത് വേണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളത് ചോദിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ വേറെ ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് കൊടുത്തിട്ട് അവരിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതോ അല്ലെങ്കിൽ നിർബന്ധപൂർവം എടുക്കേണ്ടതോ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ തന്നെയാണുള്ളത്. അല്ലാതെ മറ്റാരിലും കൊടുത്തിട്ട് അത് ബെഗ് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ എന്തിനാണ് നമ്മളുടെ സന്തോഷം മറ്റൊരാളിലേക്ക് കൊടുക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നമ്മളുടെ സന്തോഷം വേറൊരാളിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മളിൽ തന്നെയാണുള്ളത്. അത് നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കുറേ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തൊന്ന് മാറ്റി നിർത്തേണ്ട സമയമായി എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏതോ വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾ ഇത്രയും ഈ ഒരു സന്തോഷം നിങ്ങൾ വാങ്ങുന്നത്. അതായത് ആ ഒരാളില്ലാതെ, ആ ഒരു പ്രസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു ചിന്ത, അത് വിട്ടുകളയണം എന്നാണ് ഇതിനകത്ത് പറയണത്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളത് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് അങ്ങനെ വേണ്ട, അങ്ങനെ ബെഗ് ചെയ്ത് ഒരു കാര്യവും വാങ്ങണ്ട എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് കാണുന്നത്. ഇതിൽ ഡെത്ത് കാർഡാണ്. എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഒരു മോചനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു റീബർത്ത്, ഡെത്ത് എന്ന് പറയുന്നത് ഒരു റീബർത്തിൻ്റെയും കൂടെ കാർഡാണ്. നിങ്ങൾ ഒരു ഏതോ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നു. ചില ആൾക്കാർക്ക് ഒരു ഡിവോഴ്സ് വരുന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നതായിരിക്കാം, ചില ആൾക്കാർ നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തവണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തവണ്ണം നിങ്ങളെ കൂട്ടിയിട്ടിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. ഇത് സ്ട്രെങ്ത് ആണ് അടുത്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരാൾ ബല ബലത്തോടുകൂടി, അതായത് എന്താണ്, മനഃപൂർവ്വമായിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഈ ഇതിൽ നമ്മൾ സ്ട്രെസ് ഇല്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത്. ഈ ഒരു ഇതിൽ, ഈ ഒരു ചിത്രത്തിൽ ശരിക്കും അങ്ങനെ ബലം പിടിച്ച് അത് നമ്മൾ ആ ഒരു കാര്യം, ഒരു സിംഹത്തിൻ്റെ വായ തുറക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് വളരെ സന്തോഷത്തോടുകൂടി, ആത്മവിശ്വാസത്തോടു കൂടി ആ ഒരു സിംഹത്തിൻ്റെ വായ തുറക്കുന്ന ഒരു ചിത്രമാണുള്ളത്. അപ്പോൾ നമ്മളൊന്നിനും ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യമാണ്. നമ്മളൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കിയാൽ ഒരു കാര്യത്തിനും ബലം പിടിക്കണ്ട. നമ്മളുടെ ശക്തിയും കഴിവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പം നമ്മൾ മനസ്സിന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് തന്നെ മറ്റുള്ള വ്യക്തികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയൊന്നുമല്ല. അല്ലാതെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരനുസരിക്കണമെങ്കിൽ നമ്മൾ അത്രയും ഊർജ്ജം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വേറൊരാളിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു എനർജി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർ കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്നാണ് കാണുന്നത്. അടുത്ത പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളൊരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ആലോചിക്കുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നു. ഇത് ചിലപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യം, അത് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഇത് വേണോ വേണ്ടെന്ന് ചിന്തിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഒരു പുതിയ കാര്യം തുടങ്ങാം, ഒരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാനോ ഉള്ളൊരിതാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ലായിരിക്കാം. അപ്പോൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് അത് തുടങ്ങുന്നതാണ് നല്ലതെന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കോസ്മിക് എനർജി ഓറക്കിൽ നിന്നുള്ള കാർഡുകൾ എടുക്കാം. ഫ്രീഡം ആണ് വന്നിട്ടുള്ളത്. ഫ്രീഡം കംസ് ഫ്രം ഇന്നർ ലിബറേഷൻ ആണ് വന്നിട്ടുള്ളത്.
നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അത് പുറത്തുനിന്നല്ല എന്നാണ് കേട്ടോ. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവർ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് തരുന്നതാണെന്നാണ് ചിലപ്പോൾ നമ്മളും വിചാരിക്കുന്നത്, മറ്റുള്ളവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ഭയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഭയങ്ങളിൽ നിന്ന് നിങ്ങൾ ഇന്ന് പുറത്തു വരും, അല്ലെങ്കിൽ ചില ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ചില ആൾക്കാർ ചില വേദനകൾ, പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ വേദനകൾ, അത് ഹീല് ചെയ്യപ്പെടാത്ത ചില വേദനകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഇന്ന് പുറത്തു വരും എന്നാണ് കാണുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ മുന്നിൽ ഉള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് നിങ്ങൾ വെച്ചിരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് പുറത്തു വരുന്ന ഒരു ദിവസമാണെന്ന്. ഇതിൽ ഒരു പുതിയ തുടക്കമാണ്, പുതിയൊരു ആറ്റിറ്റ്യൂഡാണ്, പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റ് അതേഴ്സ് ആൻഡ് യുവർ സെൽഫ്, വെൽക്കം ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളെയും മനസ്സിലാക്കണം, മറ്റുള്ളവരെയും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യണം. നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അവരെങ്ങനെയാണ്, ഞാൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുണ്ട്, എനിക്കിങ്ങനെ ആയിപ്പോയി. ആ ഒരു കമ്പാരിസൺ വേണ്ട. നിങ്ങളായിട്ട് കാണുക, മറ്റുള്ളവരെ ആ വ്യക്തിയായിട്ട് കാണാൻ ശ്രമിക്കുക. പുതിയ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ പുതിയ അവസരങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നമ്മളുടെ നെഗറ്റീവ്സിനെ മനസ്സിലാക്കുക. നമ്മളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. നമ്മളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ പൂർണ്ണമായിട്ടും അതേ അളവിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും നമുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ട്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും അയ്യോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പാസ്റ്റിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ. ഈ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ചേർന്നതാണ് മനുഷ്യൻ. ഓരോ വ്യക്തികൾക്കും അങ്ങനെയാണ്. അപ്പം അല്ലാതെ എല്ലാവരും പൂർണ്ണരായിട്ടാണ് നമ്മൾ കാണുന്ന മറ്റാൾക്കാരൊക്കെ, അവരൊക്കെ പൂർണ്ണതയുള്ളവരാണ്, അവരൊക്കെ ഹാപ്പിയാണ്, നമുക്ക് മാത്രം അതില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുള്ളൂ എന്നുള്ളതാണ്, സാധ്യതകൾ വരുള്ളൂ എന്നാണ് കാണുന്നത്. ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി ഈസ് യുവർ ഇന്നർ എക്സ്പാൻഷൻ, അൺലീഷ് ഇറ്റ്. അപ്പം ഇപ്പം നിങ്ങളിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് കഴിവുകൾ. ചിലപ്പോൾ അത് പാടാനോ വരയ്ക്കാനോ ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനോ എഴുതാനോ ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. നിങ്ങളതിനെ തുറന്നു വിടണം എന്നുള്ളതാണ്. നമ്മളത് ഇങ്ങനെ ആരെയൊക്കെയോ ഭയന്ന്, ചിലപ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഒന്നിനും പൂർണ്ണത വേണം ചിന്തിക്കേണ്ട, ഇത് പെർഫെക്റ്റ് ആകണം എന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. പല ആൾക്കാരും യൂട്യൂബ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളെപ്പോഴും മറ്റുള്ള ചാനലുകൾ കണ്ടുപോകും, അവരത്ര പെർഫെക്റ്റ് ആയിട്ട് പറയുന്നു, അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും കമ്പയർ ചെയ്യരുത്. നിങ്ങൾ മാത്രമാണ്, നിങ്ങളെ ദൈവം നിങ്ങളായിട്ട് മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുറേ ആൾക്കാർ, ഒരു ഡസൻ ആൾക്കാരെ ഒരുപോലെയല്ല ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളായിട്ട് മാത്രം സൃഷ്ടിച്ചത് കൊണ്ട് നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും കഴിവുകളും ഒക്കെ വേറെ ആയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഇപ്പോൾ പടം വരയ്ക്കാൻ ചാനൽ തുടങ്ങാനിരിക്കുന്ന ആൾക്കാർ, ഇതിനകത്ത് ഒരു പടം വരയ്ക്കുന്നത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പടം വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഡ്രോയിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനലോ എന്തെങ്കിലും തുടങ്ങാനായിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ധൈര്യമായിട്ട് അത് തുടങ്ങിക്കൊള്ളുക. അതായത് തയ്യൽ, ടാരോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ തന്നെയാണത് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. വേറെ ആരും വരും എന്ന് ചിന്തിക്കരുത്. വേറെ ആരോടും അഭിപ്രായവും തൽക്കാലം ചോദിക്കരുത്. സ്വയം അങ്ങ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാരോ ഞാൻ എവിടെ നിന്നാണ് പഠിച്ചത്. ടാരോ ഞാൻ സ്വയമാണ് പഠിച്ചത്. എനിക്ക്
എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഗുരു ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടാ. ഞാനത് സ്വയം പഠിച്ചു. എൻ്റെ ജാതകമൊക്കെ നോക്കിയിട്ട് എൻ്റെ ഗുരു പറഞ്ഞതാണ് ധൈര്യമായിട്ട് തുടങ്ങിക്കോ. കാരണം അത് പഠിക്കാതെ തന്നെ ഞാൻ പഠിക്കാനൊരു ഒരാളുടെ അടുത്ത് ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ കാർഡിലെ ചിത്രങ്ങളൊന്നും നോക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ആകെ കൺഫ്യൂഷനാണ്. എനിക്കിത് ടാരോ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളിൻ്റെ കോഴ്സിൽ ചേർന്ന്. പക്ഷേ ഒന്നും എനിക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും. അതിനുശേഷം ഞാൻ ചാനൽ തുടങ്ങി, സ്വയം വായിക്കാൻ ടാരോ ചെയ്യാൻ പഠിച്ചു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നതൊക്കെ അത് കൃത്യമാണെന്ന് പറയാൻ എനിക്ക് ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അസ്ട്രോളജർ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ആളാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട് വിജയം എന്ന് പറയും. അപ്പോൾ വിജയം ആണ് എനിക്ക് ഏറ്റവും, ഇവർ രണ്ടുപേരുമാണ് എന്നെ ചാനൽ തുടങ്ങാൻ എന്നെ സപ്പോർട്ട് ചെയ്ത രണ്ട് വ്യക്തികൾ ഇവരാണ്. ഞാൻ എപ്പോഴും അവരോട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടായിരിക്കും. വിജയത്തിനെ വിളിച്ചിട്ടൊക്കെ കുറേ നാളായി. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഞാൻ വിജയത്തെ വളരെ സ്നേഹത്തിലും ഒക്കെ ഓർക്കുന്നു. സാറിനെ ഓർക്കുന്നു, അജിത് സാറിനെ ഓർക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. അത് ഞാൻ ചാനലൊക്കെ തുടങ്ങി ഏകദേശം ഒരു വർഷമൊക്കെ ആയതിനു ശേഷമാണ് ഒരു ഗ്രൂപ്പിൽ ചേർന്നത്. പക്ഷെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ തിരക്കുകൾ മൂലം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ ടാരോ പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചേരുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഒരാളിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ടാരോ പഠിച്ചു കഴിഞ്ഞാൽ ആ ടൈപ്പായി പോകും. അവർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യണത്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഒരിക്കലും ഒരാളെയും ഫോളോ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മളെപ്പോഴും അങ്ങനെ കാണാതെ പഠിച്ച് കാർഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടൂല കേട്ടോ. നമ്മൾ വെറും മീനിങ് മാത്രം അല്ലായിരിക്കും ചിലപ്പം. ഞാൻ ചില കാർഡുകളിൽ പറയണത് ആ കാർഡിന്റെ മീനിങ്ങേ വരൂല ചിലപ്പോൾ. അത് കാരണം അതിന്റെ തൊട്ടടുത്ത കാർഡുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാർഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു മെസ്സേജ് എനിക്ക് വേറെ ആയിരിക്കും. അത് കൃത്യമായിരിക്കും എന്നാണ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ബുക്ക് എടുത്ത് ഇങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ടാരോ. നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുക, അതിന് ത്രാടകം ചെയ്യണം. പിന്നെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. കുറച്ചധികം സമയത്തെ അല്ലെങ്കിൽ കുറച്ചധികം നാള് നിങ്ങൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ജേണി ഉണ്ടെങ്കിൽ തനിയെ തന്നെ നിങ്ങൾക്ക് ടാരോ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സഹായം സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ ടാരോ പഠിപ്പിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ആ ഒരു ടൈപ്പ് നിങ്ങളായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇൻഡ്യൂഷനെ മാത്രം വിശ്വസിക്കുക. കാരണം കാർഡ്സ് പറയുന്ന മീനിങ് ആയിരിക്കില്ല പല സമയങ്ങളിലും. നമുക്ക് ആ തൊട്ടടുത്ത കാർഡിന്റെ മീനിങ് ആയിരിക്കും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ടാരോ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പിന്നെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ടാരോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടാരോ ചെയ്യാൻ പറ്റുള്ളൂ, അത് പറയാം. അല്ലെങ്കിൽ ആവേശപൂർവ്വം ടാരോയൊക്കെ തുടങ്ങും. നമുക്കൊരു നിയോഗമുണ്ടോ? ഞാൻ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു കാര്യം, ഇങ്ങനെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ടാരോ ചെയ്യുന്നു, ഒരുപാട് പേഴ്സണൽ റീഡിങ് കിട്ടുന്നു, അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾ ടാരോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വെറും ബിസിനസ് മാത്രമായി പോകും. നിങ്ങൾ പറയുന്ന കാര്യമൊന്നും സത്യമാകണം എന്നില്ല. അപ്പോൾ പിന്നെ ആൾക്കാരും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ വരും. പിന്നെ ഈ എല്ലാ കാര്യവും കൃത്യമായിട്ട് 100% കറക്റ്റ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരു 60-70% നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാക്കി നമുക്ക് തെറ്റിപ്പോകാം. അത് 100% കൃത്യമായിരിക്കും, ഇതിങ്ങനെ 100% ശരിയാണെന്നൊന്നും പറഞ്ഞ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെയാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി നിങ്ങൾ ടാരോ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ടാരോ പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ റീഡ് ചെയ്യുന്നത് പോലെ റീഡ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആലോചിക്കുന്നുണ്ട്. എൻ്റെ രീതിയിൽ ടാരോ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ പെട്ടെന്നൊന്നും അത് നടക്കും തോന്നില്ല. കാരണം അത് ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കാർഡുകളുടെ മീനിങ് മാത്രമല്ല, എൻ്റെ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് കൂടി എനിക്ക് ഈ ഓരോ ഇതിലും ചേർക്കാൻ പറ്റും. നോക്കട്ടെ, സമയം കിട്ടിയാൽ, ദൈവം അനുഗ്രഹിച്ചാൽ. അത് അങ്ങനെ ഒരു ടാരോ പഠിപ്പിക്കാൻ എനിക്ക് നിയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ അത്രയും നന്നായിട്ട് പഠിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. താങ്ക് യു ട്ടാ. എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം കുറേ കാര്യം പറഞ്ഞത് കേട്ടോണ്ടിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവും.
അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.